ചേട്ടാ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ ചേട്ടാ? ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? പൈസ തന്നിട്ടല്ലേ നമ്മള് പോണേ. നല്ല വൃത്തിയാക്കിയല്ലേ ഇട്ടിരുന്നത്. അവിടെ ചോറിന ഭാഗത്തിന് കഴിവ് വൃത്തിയാക്കിട്ടിരുന്ന പൈസ തന്നിട്ടല്ലേ പോണേ. നമ്മള് വൃത്തിയില്ലാത്തോണ്ടല്ലേ പറയണേ. അപ്പൊ നിങ്ങളൊന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഒന്നിനല്ലേ പോയത്. ഒന്നിനാണെങ്കിലും നമുക്ക് വൃത്തി വേണ്ട ചേട്ടാ. പൈസ തന്നിട്ടല്ലേ നമ്മള് പോന്നേ. 2 രൂപയല്ലേ നിന്റെ ഒന്ന് മേടിച്ചോളൂ. 2 രൂപയാണെങ്കിൽ നമ്മള് തന്നില്ല ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, നീ തന്ന 2 രൂപ ഞാൻ അങ്ങ് തിരിച്ചു തരാം. അത് ഒഴിച്ച സാധനം തിരിച്ചെടുത്തോണ്ട് പോവോ? അതെ, അനിയൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഞാൻ ആളെ വെച്ച് വൃത്തിയാക്കി AC ആക്കി വെച്ചേക്കാം നിനക്ക്. പെട്ടെന്നാട്ട് വണ്ടി ഇപ്പൊ പോകും. പെട്ടെന്നാട്ട്. പെട്ടെന്നാവാ. 1 ആണോ 2 ആണോ മനസ്സിലായില്ല. 1 അതായത് 1-ന് 2, 2-നാണെങ്കിൽ 5. ഇതിൽ 1 ആണോ 2 ആണോ വേണ്ടത്? 1, 2, 3 എല്ലാം എടുത്തു. മൂത്രം ഒഴിക്കാനാണോ തൂറാനാണോ? മൂത്രമൊഴിക്കാനാ. പെട്ടെന്നാട്ട്. അതെ, ചില്ലറയില്ല. ഇതെന്തരത്? 2 രൂപയ്ക്ക് നീ 100 രൂപ ബാക്കി അതൊന്നും തരയില്ല മോനെ. അത് ചില്ലറ ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ചേട്ടാ ഞാൻ പിന്നെ കൊണ്ടുതരാം. പിന്നെ കൊണ്ടുവരാനാ? അത് പലചരക്കടേ ഇവിടെ കടം പറഞ്ഞിട്ട് പോവാൻ അത് നടക്കൂല. അല്ല, ഞാൻ മൂത്രം വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് കൊണ്ടുതരാം. ഇടേ ഇവിടെ പൈസ ഇതിനകത്ത് ഞങ്ങൾ വെള്ളം അത് ഇതെല്ലാം ഉപയോഗിച്ചതാ. ഇതിന് നിങ്ങൾക്ക് സൗകര്യത്തിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കടം പറയാൻ പറ്റൂല. അത്യാവശ്യമാ ചേട്ടാ. നാണമില്ലേ? ചില്ലറ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇതെന്ത് ഡാൻസ് കളിക്കുന്ന പൈസ ചോദിച്ച മൂത്ത് മുട്ടിയിട്ടാന്ന് പൈസ. ഇത് കളിക്കാതെ പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ചുമ്മാ ചേട്ടാ ഇതൊക്കെ ആണെങ്കിൽ സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനില്ലയോ? അയ്യോ, സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, സെക്രട്ടേറിയറ്റിന്റെ നട വരെ പോ. അവിടെ പോയിട്ട് അവിടെ വിവരം അറിയിച്ചാൽ മതി. അപ്പോൾ അവർ വേണ്ട സൗകര്യം അവിടെ ചെയ്തു തരും. ഞാൻ അവിടെ കരാറെടുത്തിട്ടിരിക്കണേണ്. ചേട്ടാ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഗൂഗിൾ പേ? ഓ, ഇനി അടുത്ത പറ്റി പോയിട്ടിറങ്ങണ്. നീ പോകാൻ നോക്ക. നീ ഇല്ല, അങ്ങോട്ട് മാറിപ്പോ. എന്റെ നട വന്ന് ഞാൻ തൂരി തരും. അവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ട്. നാട്ടുകാർ മുഴുവനും കാണുകയും ചെയ്യും. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? എന്തിന് ചേട്ടാ? അത്യാവശ്യം തീപ്പെട്ടി ഉണ്ട്. നീ എന്താ ചായ ഇടാൻ കയറിയെന്നല്ലല്ലോ ചേട്ടാ. അതല്ലേ ഇനി വലിച്ചാലേ പോവുള്ളൂ, അതുകൊണ്ടാണ്. എടേ ഇവിടെ ഇതഞ്ഞ് ഇറങ്ങി നോക്കിയാണ് ബോർഡ് നോക്ക്. ഇതാ എഴുതി വെച്ചേ. ഈ അവസ്ഥയിൽ എങ്ങനെ ഇറങ്ങി വരാ? ഇവിടെ പുക വലിക്കാൻ പാടില്ല, നോ സ്മോക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ വലിക്കാൻ പറ്റൂല. ചേട്ടാ ഇനി വലിക്കാൻ പോവില്ല. ചെറുക്ക പറയണ നീ പറ്റേ പോണേ പോ, അല്ലെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക്. പോ. ഞാൻ ഇവിടെ ഇറങ്ങൂല. നീ ഇറങ്ങണ്ട. അതിനകത്ത് കിടന്നേ പോണ്ടടാ. അവിടെ കിടന്നാ മതി. പോണ്ട. ഇതിനകത്ത് കിടക്കട്ടെ. ഞാനും പോണില്ല. കുറെ നേരം ആയില്ല. ഹലോ, കഴിയാറായോ? അനിയ കഴിയാറായ? നീ അതിനകത്ത് പോയാ? എന്തായി? നീ ഇറങ്ങ്. പോവാൻ പറ്റില്ല. പോവാൻ പറ്റില്ല. നീ ഇവിടുന്ന് പോവാൻ നോക്ക്. പോ. ചേട്ടാ ഒരു തീപ്പെട്ടി ഉണ്ടേത്താ, അല്ലെങ്കിൽ പൈസ ഞാൻ തിരിച്ചു പോവാം. പൈസ നീ ഇത്ര നേരം അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്താ? പോവാൻ പറ്റാതെ പിന്നെ ഞാൻ നടക്കൂല. എന്തൊരു കഷ്ട കൊള്ള പലിശയാണ് നിങ്ങൾ ഇവിടെ തട്ടിപ്പറിക്കണം തോന്നുന്നു. മനുഷ്യനൊരു സൗകര്യം ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ ഇതൊക്കെ എന്ത് അഹങ്കാരമാണ്. ഉള്ളി 2 ദിവസമായി വയറ്റുന്ന ഒരു എരിച്ചല്, പിടിച്ചല്, ഒരു കരച്ചലും. അതെ, മര്യാദക്ക് അറിയുന്നില്ല. നിലവിളി ഉണ്ടാ? ഒരു കാര്യം ചേച്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞങ്ങള് ചതച്ചിട്ട് വിഴുങ്ങുക. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങ് വിഴുങ്ങുക. നല്ലതാണ്. മാറും. ഒരു ഗ്ലാസ് കൂടെ ആക്കി വെക്ക്. അടുത്ത ട്രിപ്പ് എന്റെ ഇങ്ങോട്ട് വരാം. ഇവിടെ നന്നായിരിക്കും. ഷുഗർ ഉണ്ട്, നല്ലോണം വെള്ളം കുടിക്കണം പറഞ്ഞു. ഇതെന്താണ് ഇത്? നിങ്ങൾക്കിത് ഉദ്യോഗസ്ഥർക്ക് സൗജന്യമാണെന്നും പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു ദിവസം ഒരു 7 പ്രാവശ്യം ഉണ്ണി ഇതിനകത്ത് പോകുന്നുണ്ട്. മൂത്രത്തിന് എത്രവശ്യം പണിക്കുന്നേ? മൂത്രത്തിന് 2 അല്ലേ? ശരിക്കും അത് അധികമല്ലേ? ഇത് ശരിക്കും ചിലവർ ജസ്റ്റ് ഒറ്റിച്ചിട്ട് പോകും, ചിലപ്പോൾ നറോടിച്ചിട്ട് പോകും. ഇത് നഷ്ടാ. കക്കൂസ് പോനോ? 5. മണ്ടത്തരാണ് ശരിക്കും. ഈ കക്കൂസ് പോകുന്നവൻ അറിയാണ്ട് മൂത്രം പോകും. അങ്ങനെ സംഭവം. അപ്പൊ 7 ഉറുപ്പ്യ മേടിക്കുന്നതിന് ഒന്നും പറയില്ല. അവർക്ക് കാര്യം അറിയാം. 7 ഉറുപ്പ്യ മേടിച്ചാൽ മുതലാവും. ശരിയാ. പിന്നെന്തൊന്ന്? അതെ, ഈ വെള്ളം ഒഴിച്ചാ വെള്ളം അടുത്തോൻ വരൂലേ? ഓന് വയ്ക്കൂലേ? മര്യാദക്ക് ഒന്ന് മേടിക്കേണ്ട പൈസയില്ലടോ. ഇതില്ല, തീപ്പട്ടിയില്ല. അതിനപ്പോ ഒരു ചെക്കനായിട്ട് ഇവിടെ അതെ, ഇവിടെ തീപ്പട്ടി ഇല്ല.
അത് വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാനോ? ഓയിൽ ചേഞ്ച് എനിക്ക് അങ്ങനെ ചെയ്ത പോലെ ഹരീസ്, അതിനെ എന്തിനാ എന്നെ വിളിക്കണേ? ഞാൻ ഒറ്റക്ക് എങ്ങനെ ചെയ്യണതൊക്കെ? പിന്നെ 40 ആൾ വേണോ ഓയിൽ ചേഞ്ച് ചെയ്യാൻ? എത്ര കാലം ഇവിടെ പണിയെടുക്കണേ? അല്ലാണ്ട് മാണ്ടാത്ത വർത്താനം പറയാ. നല്ല പോലെ കിടന്നിറങ്ങുന്നോടത്തോ വന്ന് വിളിച്ചിട്ട് അവൻ്റെ ആ ടയർ ഇപ്പം ഇങ്ങനെ ഇവിടെ കൊണ്ടിട്ട് നിങ്ങൾ പഠിച്ച് പണി പഠിച്ചെല്ലാം കൊണ്ട് കീഴ്പ്പെട്ടാ വരുന്നത് എല്ലാവരും കൂടെ. രാജീവനാടെ രാജുവോട് ഫോൺ ചെയ്യാം. ആ ഇതന്നെയാണ് നിങ്ങളെ കുഴപ്പമോ? എല്ലാവരും ഇപ്പോൾ ഫോണിലാ, ഒരാളും മര്യാദയ്ക്ക് കൂടെ പണിയെടുക്കില്ല. എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച്. ആ അതന്നെ പറഞ്ഞേ. അല്ല അത് വേണ്ട, നല്ല പോലെ കിടന്നുറങ്ങുക മനുഷ്യ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എൻ്റെ പണിയെടുക്കാൻ പോയിട്ട് അല്ലെങ്കിൽ ഈ എന്തിനാ ഇങ്ങനെ സുസ്കാന്തി കാണിക്കുക? എനിക്ക് പ്രാവശ്യം നമ്മളെ കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടി ഈ എങ്ങനെ സുസ്കാന്തി അടിക്കണേ? ആ തോന്നുമ്പോൾ മാറ്റിയാൽ മതി ഓയിൽ. ആരെയാണ് പോയിരിക്കും, ഞാൻ കുറച്ചേരം കൂടി കിടക്കട്ടെ. ഇതവിടെ എല്ലാം നടക്കോ ഇത്? ഒന്നും നടക്കൂല മോനെ. നിങ്ങൾ ആ വണ്ടി ഒന്ന് ശരിയാക്കുന്ന, എനിക്ക് വണ്ടി എടുത്തിട്ട് പോകണ്ടേ? ആ അത് നടക്കൂല മോനെ. പിന്നെ എന്താ ചെയ്യണ? നടക്കൂല, താനല്ലേ ഇവിടെ. എന്തൊരു കഷ്ടമാണ് ഇത്. ആളുകൾ വന്ന വണ്ടി ചോദിച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കണ്ടേ? അപ്പൊ വണ്ടിക്ക് ഇപ്പൊ ഗിയർ ബോക്സ് ഇല്ലാണ്ട് വണ്ടി പോവോ? എന്റെ വർത്താനം കെട്ടപ്പെടാ 150 ഗിയർ ബോക്സ് ഉള്ള മാതിരിയാണല്ലോ. ഞാൻ എന്തെടുത്താ മാറ്റി തരാ? ഇനിയിപ്പോ എന്താ ചെയ്യണത്? എന്താ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇവിടെ ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്തമാണ് ഇവിടെ ഗിയർ ബോക്സ് മേടിച്ചു തരാന്നുള്ളത്. ആ ഇല്ലെങ്കിൽ ഞാൻ എന്താക്കും? ഞാൻ എൻ്റെ അണ്ണാക്കിനെടുത്ത് വെച്ചു തരില്ല. സത്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ പണി? അപ്പൊ ഒരു പണിയില്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്കരുത്. ഇതുണ്ട് ഈ കണ്ട ടൂൾസൊക്കെ ഞാനിവിടെ പണിയെടുക്കാൻ തുടങ്ങിയുള്ള കാലത്ത് ടൂൾസാ. അതിൻ്റെയൊക്കെ പല്ല് വരെ പോയിക്കണം. ഇതൊന്നും എടുത്ത് ഞാനായതുകൊണ്ട് അതുകൊണ്ടൊക്കെ പണിയെടുക്കണേ. അറിയാം നിങ്ങൾക്ക്? നിങ്ങൾക്കും പല്ലില്ലല്ലോ, നിങ്ങളും പഴയ ആളല്ലേ. ടൂൾസ് ഒക്കെ ധാരാളമാണ്. വല്ലാണ്ട് തമാശ കളിക്കല്ലേ? ഹരീഷ 10 ദിവസത്തെ പണി എടുക്കടാ പോയി കല്ല് കളിക്കാതെ. അല്ല ഇജ്ജിപ്പടി ഇരുന്ന് കൊത്തങ്കല്ല് കളിക്കുക. അന്നോടല്ല ഞാൻ പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേ. മൊയ്തിക്കല്ല എന്നോട് പറഞ്ഞു അവിടെ പോയി ഇരിക്കാനായിട്ട്. അത് കേട്ടപ്പാടൊന്ന് കുത്തിരുന്നു അല്ലേ? പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യടാ. ആ ക്ലോത്ത് എടുത്ത് കൂടെ ഉണ്ടാ തരാൻ പറഞ്ഞ റിയലാണല്ലേ? എന്റെ മൊയ്തൂക്ക നമ്മ ഉള്ളവരെല്ലാരും കൂടി ഒന്ന് ഉത്സാഹിച്ച് പൊക്കിയെടുത്താലേ ഈ സ്ഥാപനം ഒന്നും ഉണരുള്ളൂ. ആ നിങ്ങൾ ഉത്സാഹിച്ചാ മതി. ഞാൻ കുറെ ഉത്സാഹിച്ചാണ് വിചാരിയെ. വെറുതെ അല്ല ശമ്പളം കിട്ടാതൊക്കെ പട്ടിണി കിടന്ന് ചാകണത്. അത് ശരി. ഇപ്പൊ എന്റെ കുഴപ്പം കണ്ടാ ഈ പറയണേ? അത് നിങ്ങൾ ഉള്ളവർ ആ ബസ് ശരിയാക്കി എനിക്ക് ആ സമയത്ത് എടുത്തിട്ട് പോയിക്കൂടെ? കണ്ടില്ലേ ഓരോന്നുള്ളപ്പോ ഒരുത്തിന് എണീറ്റ് പോയത് കണ്ടില്ലേ? 5 എണ്ണം ഇവിടെ ഉമ്മാരി പണിയെടുക്കാൻ. ഓരോറ്റ ഒന്നിനും ഉത്തരവാദിത്തമില്ല. ഒക്കെ മൊബൈൽ കളിച്ച് നടക്കുക. അല്ല ഓരെ പറഞ്ഞതിനും കാര്യമില്ല. മാസത്തിൽ ശമ്പളം കൊടുക്കണേ, കുടുംബം പോറ്റണ്ടേ? ഇപ്പൊ ഈ ഗിയർ ബോക്സിന്റെ കാര്യത്തിൽ എന്താ ചെയ്യണം? ഗിയർ ബോക്സിന്റെ കാര്യത്തിലേ ഈ ഒരു 15 മിനിറ്റ് കുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഒപ്പിച്ചുതരാം. എന്ത്? അത് നെടുമ്പക്കാലത്ത് ഒരു വണ്ടി വരണ്ട് 17-15. അതിന്റെ ഗിയർ ബോക്സ് എടുത്ത് എനിക്ക് വെച്ചുതരാം. അപ്പൊ അതിന് തിരിച്ചു പോകണ്ടേ? അതുകൊണ്ട് അത് 5 മണിക്ക് ഏറ്റുള്ള വണ്ടിയാ. അതേപ്പോ മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. എന്താ കാട്ടുക? ഇതേടെ പോയത് എന്നാലും നമുക്ക് അറിയണല്ലോ. ചെറിയ തീപ്പെട്ടി പോലത്തെ സാധനം പറക്കെ കൊണ്ടുപോകും വിചാരിക്കാം. 32-62 എവിടെ പോയത്? 32-62 എവിടെ പോയത്? 32-62 നിന്റെ ബസ്സല്ലേ? എന്റെ ഡ്യൂട്ടി ബസ്. അതൊരു 10 മിനിറ്റ് മുമ്പ് ജോർജിയാറിനെ എടുത്തോണ്ട് പോണണ്ടല്ലോ. അപ്പൊ നീ എവിടെ പോയിച്ച്? എന്ത് പറയുന്നത്? എന്റെ ഉണ്ണിക്ക് ആ ബസ്സിലെ കണ്ടക്ടർ അല്ലേ? അതിന്റെ അകത്ത് കയറേണ്ട ആളല്ല. ഇനി ആരാ അതിന്റെ അകത്ത് ടിക്കറ്റ് കൊടുക്കുക? എന്റെ മൊയ്തൊക്കെ ഞാൻ ക്യാൻറ്റീനമ്മ ഒന്നിച്ചുണ്ടായിനി. ഓന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് വണ്ടി നിർത്താൻ പറയും. അപ്പൊ എന്നല്ലേ കിട്ടല്? അതെങ്ങനെ ഓന്റെ മൊബൈൽ വിളിച്ച് അന്നെ കിട്ടിയത്? ഓന്റെ മൊബൈൽ എന്റെ കൈമേ പോയി. അതെങ്ങനെ? അത് പക്ഷെ എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പൊ ഒന്ന് ഫോൺ മേടിച്ചു, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. പിന്നെ മൂപ്പറെ കാണുന്നില്ല. ടൈമില്ലേ എല്ലാറ്റിനും ഇങ്ങനെ കീഞ്ഞ് പായല ബസ്. ഈ ചാനലില് കളക്ഷനില് നിന്റെ ശമ്പളത്തിൽ കുറക്കും. നീ പോയി വണ്ടി പിടിക്കാൻ നോക്ക്. എന്റെ ഉണ്ണിയ വണ്ടി പോണ സമയമാകുമ്പോ വാച്ചിൽ നോക്കണ്ടാ. ഇങ്ങനെ നീ പറഞ്ഞത് വാച്ച് നിന്നിട്ട് 2 ദിവസമായില്ലേ? വാച്ചിൽ നിന്ന് ഓന്റെ മൊബൈൽ എന്റെ കയ്യിലും. എന്തിനാ പണിയെടുക്കണേ KSRTC പഠിപ്പിക്കാനായിട്ട്? വണ്ടി ഇപ്പൊ അങ്കമാലിലെത്തിണ്ടാവും. നീ ട്രെയിനിന് മിണ്ടാടുന്ന വർത്താനം പറഞ്ഞ് എന്റെ 10 പൈസ ഇല്ല. നീ ഒരു 100 പോട്ട്. എന്തൊരു കഷ്ടം. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അല്ലാത്ത ജാതിയാണ്. ഇവനൊക്കെ ആരാണ് കണ്ടക്ടർ ആക്കിയത് KSRTCയില്? ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടവും പുറകെ വണ്ടി വിളിച്ചു പോകും. എങ്ങനെ നന്നാവാൻ? മറിമായം